So hatte er in allem den Vorrang, denn Gott wollte mit seiner ganzen Fülle in ihm wohnen und durch ihn alles. Halleluja, Halleluja, Halleluja. മേജർ ആർക്ക് എപ്പിസ്കോപ്പൽ മാർത്ത് മറിയം ആർക്ക് ഡീക്കൻ പിൽഗ്രിം ചർച്ച് എന്ന കുറവിലങ്ങാട് മുത്തിയമ്മയുടെ പള്ളിയിലാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. ഈ ദേവാലയത്തിന്റെ കഥയും ചരിത്രവുമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. മാർത്ത് മറിയം എന്നത് സിറിയൻ ഭാഷയിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ പേരാണ്. AD 105 ഈ വിശുദ്ധമായ പള്ളി സ്ഥാപിക്കപ്പെട്ടു. ഇന്ത്യയിൽ ആദ്യമായി പരിശുദ്ധ കന്യാമറിയം പ്രത്യക്ഷപ്പെട്ട പള്ളി ഇതാണ്. കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട് സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം വളരെ പ്രത്യേകത നിറഞ്ഞതാണ്. വിശുദ്ധ തോമാസ് ശ്ലീഹ നേരിട്ട് ജ്ഞാനസ്നാനം മുക്കിയ പകലോമറ്റം ശങ്കരപൂരി കുടുംബാംഗങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന ഭക്തിസാന്ദ്രമായിരുന്ന സ്ഥലമായിരുന്നു കുറവിലങ്ങാട്. ആഗോള മരിയൻ തീർത്ഥാടനത്തിനും 3 നോമ്പിനോടനുബന്ധിച്ചുള്ള കപ്പൽ പ്രദക്ഷിണത്തിനും 8 നോമ്പാചരണത്തിനും വിശുദ്ധ സെബസ്ത്യാനസിന്റെ തിരുനാളിനും പ്രസിദ്ധമായ ഈ ദേവാലയം പാലാ രൂപതയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുറവിലങ്ങാട് പള്ളിയുടെ ചരിത്രപ്രകാരം പരിശുദ്ധ കന്യാമറിയം 5 പ്രധാന അവസരങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതായി വിശ്വസിക്കുന്നു. ഒന്നാമതായി, പണ്ട് കുറവിലങ്ങാട് എന്ന ഗ്രാമത്തിൽ ദൈവത്തെ വളരെ സ്നേഹിക്കുന്ന ദൈവവിശ്വാസമുള്ള ക്രൈസ്തവ കുടുംബങ്ങൾ ജീവിച്ചിരുന്നു. മാർ തോമാസ് ശ്ലീഹ നേരിട്ട് ജ്ഞാനസ്നാനപ്പെടുത്തിയവരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഭക്തി തീക്ഷ്ണത വളരെ വലുതായിരുന്നു. പരിശുദ്ധ കന്യാമറിയത്തോടുള്ള സ്നേഹവും വളരെ തീക്ഷ്ണതയുള്ളതായിരുന്നു. ഒരു ദിവസം ചില കുട്ടികൾ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കാൻ പോയപ്പോൾ അവർ കാട്ടിൽ വഴിതെറ്റി. അവർക്ക് വിശക്കുവാനും ദാഹിക്കുവാനും തുടങ്ങി. അപ്പോൾ ഒരു മുത്തിയമ്മ, അതായത് വയസ്സായ ഒരു സ്ത്രീ, കുഞ്ഞിനെയും കയ്യിൽ പിടിച്ച് അവർക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. അവർക്ക് കല്ലുകൾ അപ്പമാക്കി കൊടുത്തു. ഉറവ് പുഴ ഒഴുക്കി വെള്ളം കൊടുത്തു. ആ കിണർ ഇപ്പോഴും കുറവിലങ്ങാട് പള്ളിയിലുണ്ട്. ആ ഉറവയിൽ നിന്ന് ഇപ്പോഴും വിശ്വാസികൾ വെള്ളം കൊണ്ടുപോയി രോഗസൗഖ്യം പ്രാപിക്കാറുണ്ട്. പരിശുദ്ധ കന്യാമറിയമായിരുന്നു ആ മുത്തിയമ്മ. അമ്മ അവരോട് ഇവിടെ എന്റെ പേരിൽ ഒരു ദേവാലയം പണിയണം എന്ന് പറഞ്ഞു. ആ സ്ഥലത്താണ് ഇന്നത്തെ കുറവിലങ്ങാട് പള്ളി സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തെ അത്ഭുതം നടന്നത് കൽക്കുരിശ് സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോഴാണ്. വിശ്വാസികൾ പള്ളിക്ക് മുന്നിൽ ഒരു വലിയ കൽക്കുരിശ് സ്ഥാപിക്കാൻ ശ്രമിച്ചു. എത്ര ശ്രമിച്ചിട്ടും അത് ഉയർത്തുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ പരിശുദ്ധ അമ്മ കുഞ്ഞിനെയും കയ്യിൽ പിടിച്ച് പ്രത്യക്ഷപ്പെട്ടു. അമ്മ സ്പർശിച്ചതോടെ കൽക്കുരിശ് എളുപ്പത്തിൽ ഉയർന്നു. മൂന്നാമത്തെ അത്ഭുതം ഒരു അക്രൈസ്തവ യുവാവിൻ്റെതാണ്. ഒരു ക്രൈസ്തവനല്ലാത്ത യുവാവ് രോഗബാധിതനായപ്പോൾ പരിശുദ്ധ കന്യാമറിയത്തോട് മാധ്യസ്ഥം പ്രാർത്ഥിച്ചു. അപ്പോൾ പരിശുദ്ധ അമ്മ ഒരു പുരോഹിതനോടൊപ്പം പ്രത്യക്ഷപ്പെട്ടു. അമ്മ ആ യുവാവിനെ കുരിശിന്റെ അടയാളം വരയ്ക്കാൻ പഠിപ്പിച്ചു. ഉടനെ ആ യുവാവ് സൗഖ്യപ്പെട്ടു. നാലാമത്തേത് അമ്മ വഴികാട്ടിയായി വന്നതാണ്. ഒരു പുരോഹിതൻ കാട്ടിൽ വഴിതെറ്റി വിഷമിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ കന്യാമറിയത്തോട് മാധ്യസ്ഥം പ്രാർത്ഥിച്ചു. പരിശുദ്ധ കന്യാമറിയം ഒരു പെൺകുട്ടിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വഴികാട്ടാം. അങ്ങനെ അമ്മ അദ്ദേഹത്തെ സുരക്ഷിതനായി പള്ളിയിലേക്ക് ആനയിച്ചു. ആ പുരോഹിതന്റെ പേര് ഫാദർ വിജൻസ ഡി മരിയ എന്നായിരുന്നു.
അഞ്ചാമത്തെ അത്ഭുതം ദേവാലയത്തിന്റെ പരിപാലനത്തെക്കുറിച്ചാണ്. ഒരു വിശ്വാസിക്ക് അമ്മ 3 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദേവാലയം നന്നായി പരിപാലിക്കണമെന്ന് പറഞ്ഞു. ആദ്യത്തെ 2 പ്രാവശ്യം അമ്മ സൗമ്യമായി ആ വിശ്വാസിയോട് ദേവാലയം നന്നായി പരിപാലിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ആ വിശ്വാസി അത് കാര്യമായി പരിഗണിച്ചില്ല. 3-ാം പ്രാവശ്യം അമ്മ കയ്യിലൊരു വടിയുമായി വന്ന് പ്രത്യക്ഷപ്പെട്ടു. കടുപ്പമായി പറഞ്ഞു, ഇനി വൈകാതെ ഉടൻ പള്ളിയുടെ പരിപാലനം തുടങ്ങണം. അതിനുശേഷം വിശ്വാസികൾ ഏറെ ശ്രദ്ധയോടെയാണ് ആ ദേവാലയത്തെ സംരക്ഷിച്ചു പോരുന്നത്. പോർച്ചുഗീസ് ബറോക്ക് കലാവൈദഗ്ധ്യം വിളിച്ചോതുന്നതാണ് വലിയ പള്ളിയുടെ മദ്ഹബ. 6 വലിയ തിരുസ്വരൂപങ്ങളാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. തടിയിൽ തീർത്ത പുഷ്പങ്ങൾ അൾത്താരെ അലങ്കരിക്കുന്നു. കുറവിലങ്ങാട് മുത്തിയമ്മ പ്രത്യക്ഷപ്പെട്ട് ദേവാലയ സ്ഥാപനത്തിന് നിർദ്ദേശം നൽകുന്ന രംഗം. ഹൈക്കലയുടെ മുകളിലുള്ള ഈ ചിത്രീകരണത്തിന് 35 അടി നീളവും 20 അടി വീതിയുമാണുള്ളത്. ഈ ദേവാലയത്തിന് മറ്റു പ്രത്യേകതകൾ. AD 105 ദേവാലയം സ്ഥാപിച്ചത് എന്ന് പഴയ മണികളിൽ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. ആദ്യ പള്ളിയുടെ മദ്ഹബ പിന്നീട് പുതിയ പള്ളി പണിതപ്പോൾ തെക്കേ അരികിലേക്കായി മാറ്റി സ്ഥാപിച്ചു. അതിനെ തെക്കേ സങ്കീർത്തി എന്നാണ് വിളിക്കുന്നത്. അവിടെയുള്ള അൾത്താരയിലുള്ളത് മാതാവിന്റെ കരിങ്കൽ പ്രതിമയാണ്. ആ അൾത്താരയ്ക്ക് നേരെയാണ് കുരിശിൻ തൊട്ടിയിലെ കൽക്കുരിശുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. സുറിയാനി ലിഖിതങ്ങളുള്ള കൽമണ്ഡപം ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. കൽക്കുരിശ് ഒറ്റക്കല്ലിൽ തീർത്തതാണ്. 48 അടി ഉയരമുള്ള കുരിശും അതിന്റെ കരിങ്കൽ തറയും AD 1575 സ്ഥാപിക്കപ്പെട്ടതാണ്. പ്രധാനമായും ഇവിടെ ഒരേ ചുറ്റുവട്ടത്ത് 3 പള്ളികളുണ്ട്. 1 ഇടവകപ്പള്ളിയായ വലിയ പള്ളി, 2 വിശുദ്ധ ഔസേപ്പിതാവിന്റെ നാമധേയത്തിലുള്ള ഒരു കപ്പേള, 3-ാമത്തേത് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമത്തിലുള്ള ചെറിയ പള്ളി എന്നിവയാണ്. തെക്കേ സങ്കീർത്തി. കുറവിലങ്ങാട് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് നിർദ്ദേശിച്ചതനുസരിച്ച് നിർമ്മിച്ച ആദ്യ ദേവാലയം ഇപ്പോൾ കാണുന്ന തെക്കേ സങ്കീർത്തി ഉൾക്കൊള്ളുന്ന ദേവാലയ ഭാഗത്തായിരുന്നു. ഇവിടെയാണ് മുത്തിയമ്മയുടെ ഒറ്റക്കൽ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. പല നവീകരണ വിപുലീകരണ പ്രവർത്തനങ്ങൾ നടന്നുവെങ്കിലും ഈ ഭാഗം ഇന്നും പഴയ രീതിയിൽ നിലനിർത്തിയിരിക്കുന്നു. മുത്തിയമ്മയുടെ ഒറ്റക്കൽ രൂപം. വിശ്വാസി സഹസ്രങ്ങൾക്ക് ദർശന പുണ്യമേകുന്നതാണ് ഒറ്റക്കല്ലിൽ തീർത്തിരിക്കുന്ന മുത്തിയമ്മയുടെ തിരുസ്വരൂപം. അഭൗമപ്രഭ ചൊരിയുന്ന ഈ രൂപം മര്യഭക്തിയുടെ ആഴങ്ങളിലേക്ക് വിശ്വാസികളെ നയിക്കുന്നു. സർ CP രാമസ്വാമി അയ്യർ കുറവിലങ്ങാട് സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തെ ഏറ്റവും ആകർഷിച്ചത് മുത്തിയമ്മയുടെ ഈ രൂപമാണ്. ഏത് നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിച്ചതെന്ന് കൃത്യമായി വിവരങ്ങളില്ല. ലോക ചരിത്രത്തിൽ ആദ്യത്തേതും ആവർത്തിച്ചിട്ടുള്ളതുമായ മരിയൻ പ്രത്യക്ഷീകരണങ്ങളാൽ സമ്പന്നമായ പുണ്യഭൂമിയാണ് കുറവിലങ്ങാട്. പ്രൗഢമായ ഉൽപ്പത്തിയും മഹിതമായ ചരിത്രവും സമ്മാനിക്കുന്ന അഭിമാനത്താൽ പുളകിതയായ പുണ്യഭൂമിയാണ് കുറവിലങ്ങാട്. ആദ്യ നൂറ്റാണ്ടിൽ തുടങ്ങുന്ന ക്രൈസ്തവ പാരമ്പര്യങ്ങളാലും മാർത്തോമാ ശ്ലീഹായുടെ മാർഗത്താലും സജീവവും സമൃദ്ധവുമാണ് ഈ ദേശം. ആദ്യ നൂറ്റാണ്ട് മുതൽ ഇന്നോളമുള്ള തലമുറകൾ അഭിമാനത്തോടെ വിളിച്ചു പ്രാർത്ഥിച്ച് ഉത്തരം നേടിയിട്ടുള്ള കുറവിലങ്ങാട് മുത്തിയമ്മയുടെ സന്നിധിയിലെത്തുന്ന അനേകായിരങ്ങളെ മരിയഭക്തിയിൽ ഉറപ്പിച്ച് നിർത്താനുള്ള കടമായി നാടിനുണ്ട്. അതുല്യവും അസൂയാർഹവുമായ മാതൃകടാക്ഷത്തിലേക്ക് വിശ്വാസ ഹസ്രങ്ങളെ ചേർത്ത് നിർത്തുന്ന പാരമ്പര്യത്തിന്റെ തുടർച്ചയും അനിവാര്യമാണ്. കുറവിലങ്ങാടിന്റെ ചരിത്ര പശ്ചാത്തലവും സജീവമായ വിശ്വാസ പാരമ്പര്യങ്ങളും തീർത്ഥാടക പ്രവാഹവും കണക്കിലെടുത്താണ് സീറോ മലബാർ സഭയിലെ ആദ്യ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടക കേന്ദ്രമായി കുറവിലങ്ങാട് പള്ളിയെ സിനഡ് തെരഞ്ഞെടുത്തത്. ഒരു പള്ളിയുടെ പേരിൽ ആർക്കദിയാക്കോൻ സംജ്ഞ ചേർത്ത് നിർത്തുന്ന ഏക ദേവാലയമാണ് കുറവിലങ്ങാട് ദേവാലയം. ഇവിടെ കേന്ദ്രീകരിച്ച് 14 നൂറ്റാണ്ട് കാലം സഭാഭരണത്തിന് നേതൃത്വം നൽകിയ ആർക്കദിയാക്കന്മാരോടുള്ള ചരിത്രവന്ദനം കൂടിയാണ് ഇത്. സഭാ പണ്ഡിതനായ മാർ ഔഗോന്റെ വണക്കം ഇടമുറയാതെ നടത്തിപ്പോരുന്ന പാരമ്പര്യവും കുറവിലങ്ങാടിന്റെ പ്രത്യേകതയാണ്.
എല്ലാ മാസാദ്യ വെള്ളിയാഴ്ചകളിലും ഒട്ടേറെ കുർബാനകളും നേർച്ചകളും നടക്കുന്നതിനാൽ തിരുനാൾ സമാനമായ പ്രതിനിധികളാണ് ഇവിടെയുള്ളത്. 3 നോയമ്പ് തിരുനാൾ ആഘോഷിക്കുന്ന സമയത്താണ് കപ്പൽ പ്രദക്ഷിണം ഉണ്ടാകുന്നത്. 50 നോയമ്പിന് 18 ദിവസം മുന്നോടിയായാണ് 3 നോയമ്പ് തിരുനാൾ കൊണ്ടാടുന്നത്. കടപ്പൂർ നിവാസികൾക്കാണ് കപ്പൽ എടുക്കുന്നതിനുള്ള അവകാശം. കറുത്തേടം, ചെമ്പൻകുളം, പുതുശ്ശേരി, അഞ്ചേരി, വലിയ വീട് എന്നീ 5 വീട്ടുകാരാണ് 3 നോമ്പ് തിരുനാളിന് കപ്പൽ വഹിക്കുന്നത്. 1500 വർഷത്തിലേറെ പഴക്കമുള്ള ഈ ദേവാലയം ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർക്ക് ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. സെന്റ് മേരീസ് ഫൊറോന ചർച്ച് കുറവിലങ്ങാട് എന്നും ഇതറിയപ്പെടുന്നു. വൈദിക മന്ദിരം. ഇടവകയിലെ നൂറ്റാണ്ട് പിന്നിട്ട വൈദിക മന്ദിരം ഏവർക്കും ആകർഷകമാണ്. സഭകളുടെ പുണ്യരൈക്യത്തിനു വേണ്ടിയും സ്വദേശി മെത്രാന്മാരെ ലഭിക്കുന്നതിനു വേണ്ടിയും മുൻനിര പോരാളിയായി വർത്തിച്ച നിധീരക്കൽ മാണിക്കത്തനാരുടെ നേതൃത്വത്തിലാണ് ഈ വൈദിക മന്ദിരം പണിതീർത്തത്. കോട്ടയം വികാരിയത്ത് സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ വികാരിയത്തിന്റെ ഭരണകേന്ദ്രമായി കുറവിലങ്ങാട് മാറുമെന്ന് ഏവരും കരുതിയിരുന്നു. അതിന്റെ വെളിച്ചത്തിൽ നിധീരിക്കൽ മാണിക്കത്തനാർ കുറവിലങ്ങാട് പള്ളിയോട് ചേർന്ന് അരമനയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ചതാണ് ഇന്ന് കാണുന്ന വൈദിക മന്ദിരം. പ്രൗഢമായ ഉൾപ്പത്തിയും മഹിതമായ ചരിത്രവും ചരിത്രത്തിലെ ആദ്യത്തേതും പിന്നീട് ആവർത്തിച്ചിട്ടുള്ളതുമായ മരിയൻ പ്രത്യക്ഷീകരണങ്ങളും സ്വന്തമായുള്ള ലോകത്തിലെ ഏക ജനതയാണ് കുറവിലങ്ങാട്ടെ മുത്തിയമ്മയുടെ മക്കൾ. ദൈവത്തിന്റെ സ്വന്തം ജനമെന്നോ തിരഞ്ഞെടുക്കപ്പെട്ട ജനമെന്നോ ഒക്കെ വിശേഷിപ്പിക്കപ്പെടാവുന്നവർ, അഥവാ ദൈവത്തിന്റെ കരസ്പർശം പ്രത്യേകമായി അനുഭവിക്കാൻ വിളി ലഭിച്ചവർ. കുറവിലങ്ങാട് മുത്തിയമ്മയുടെ ദർശനം കാട്ടിനും കുളത്തിനും അതിന്റെ ഹൃദയങ്ങളിൽ വെളിച്ചം പകരുന്ന അനുഗ്രഹമാണ്. വഴിമുട്ടിയവർക്ക് ഒരു കൈത്താങ്ങാണ് പരിശുദ്ധ. പ്രാർത്ഥിക്കുന്നവരോട് കുറവിലങ്ങാട് മുത്തിയമ്മ പറയുന്നു, വിശ്വസിക്കൂ, ഞാനിരിക്കുന്നു നിങ്ങളോടൊപ്പം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കുറവിലങ്ങാട് മുത്തിയമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.